വള എന്ന ചിത്രം പ്രേക്ഷകരുടെ മാത്രമല്ല നിരൂപകരുടെയും മുക്തകണ്ഠമായിട്ടുള്ള പ്രശംസ നേടിക്കൊണ്ട് ഇന്ന് കേരളമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഫാസ്റ്റ് ഫില്ലിങ്ങും ഹൗസ്ഫുൾ ഷോകളുമായിട്ട് മുന്നേറുകയാണ്. കഠിന കടോരമി അണ്ടകടാഹം എന്ന ചിത്രത്തിന് ശേഷം മുഹാസിൻ സംവിധാനം ചെയ്ത ചിത്രം, ഹർഷർ തിരക്കഥ ഒരുക്കിയ ചിത്രം, ഗോവിന്ദ് വസന്ത സംഗീത സംവിധാനം ചെയ്ത ചിത്രം, നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസനും ലുക്മാനും ശീതളും രവീണ രവിയും ഗോവിന്ദ് വസന്തയും ഒക്കെ അഭിനയിച്ച ചിത്രം. എല്ലാവരുടെ അഭിനയത്തിനും എല്ലാ സൈഡിൽ നിന്നും, ടെക്നിക്കൽ ക്രൂസിനും സംവിധാനത്തിനും ഒക്കെ എല്ലാം, മ്യൂസിക് ഡയറക്ഷനും ഒക്കെ തന്നെ എല്ലാ സൈഡിൽ നിന്നും എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മീഡിയയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ മുഹാസിൻ സംവിധായകൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു. ഹായ്, ആദ്യമായിട്ടാണ് ഒരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുന്നത്. എന്താണ് പറയേണ്ടത് എന്നറിയില്ല. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിരുന്നു, കഠിന കടോരമയാണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് സത്യത്തിൽ തിയേറ്ററിൽ അത്ര വർക്കായിരുന്നില്ല പടം. പക്ഷെ OTT ഇറങ്ങിയ സമയത്ത് വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും നല്ല റിപ്പോർട്ട് കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന ഒരു ടെൻഷനും ഒരു സങ്കടവും വേദനയും ഒക്കെ ഭയങ്കര ഭീകരമായിരുന്നു. കാരണം നമ്മള് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചെയ്യാന്ന് പറയുന്നത് ഒരു പക്ഷെ സാധിച്ചോണമെന്നില്ല. എന്നിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുന്നു, നമ്മളതിന് എഫേർട്ട് എടുക്കുന്നു, നമ്മൾ സിനിമ ചെയ്യുന്നു. നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹവും ഒക്കെയാണ് സിനിമ ചെയ്യുക എന്ന് പറയുന്നത്. അത് ചെയ്തിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതിന്റെ റിസൾട്ട്, ചില ഡയറക്ടേഴ്സ് റിസൾട്ടിൽ ബോധേടാവാറില്ല. പക്ഷെ എന്നിരുന്നാലും റിസൾട്ട് ഉണ്ടാകുമ്പോൾ, നമുക്ക് അപ്രീസിയേഷൻസ് കിട്ടുമ്പോൾ, നമ്മളെ ആൾക്കാർ അംഗീകരിക്കുമ്പോൾ വീണ്ടും വീണ്ടും വളരാനും മുന്നോട്ട് പോകാനും ഒക്കെ അത് ഭയങ്കരമായിട്ട് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. രണ്ടാമതൊരു പടമായിട്ട് വരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് തിയേറ്ററിൽ അതെങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന രീതിയിൽ എങ്ങനെ അത് മേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അതിനായിരുന്നു ഞാനും ഗോവിന്ദും അല്ലെങ്കിൽ ലുക്കും ധ്യാനും എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തതും. അങ്ങനെ ഒരു പാറ്റേണിലേക്ക് സിനിമനെ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തതും ഒക്കെ ഇപ്പൊ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ, നല്ല റിവ്യൂസ് വരുന്നു എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ അടുത്ത സിനിമ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനിയും കുറച്ചും കൂടെ തിയേറ്ററിലേക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള സാധനം ഇനിയും അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്നൊക്കെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുഹസിൻ, ഈ ഒരു ചിത്രം ആദ്യം പ്ലാൻ ചെയ്തിരുന്നപ്പോ ധ്യാനും ലുക്മാനും തന്നെയായിരുന്നോ മനസ്സിൽ? ഇല്ല, ലുക്കും ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് ഡിസ്കഷൻസിന് ശേഷമാണ് ധ്യാനിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്യാനിന്റെ ഫേസസ് നമ്മൾ എപ്പോൾ കാണുമ്പോഴും ധ്യാൻ എപ്പോഴും ഒരു ക്യൂട്ട് ഫേസ് ഉണ്ട്, നമ്മളെയൊക്കെ കയ്യിലെടുക്കാവുന്ന ഒരു ധ്യാനുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അയാളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂക്കഡ് ഫേസും ഉണ്ട്. ആ ഫേസ് ആയിരുന്നു എനിക്ക് സത്യത്തിൽ വേണ്ടിയിരുന്നു. അതാ ധ്യാനിലേക്ക് എത്താനുണ്ടായിട്ടുള്ള റീസൺ. കഠിന കടോരമി അണ്ടകടാഹത്തിന് ശേഷം വീണ്ടും ഗോവിന്ദ് വസന്ത, അവൻ ഇദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പടത്തില്. എന്താണ് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ഒരു പ്രചോദനം? ആക്ച്വലി ഗോവിന്ദാണ് എന്റെ സോൾമേറ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഡയറക്ടർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എഡിറ്റർ ഒരു വലിയ ഫാക്ടറാണ്, മ്യൂസിക് ഡയറക്ടർ ഒരു വലിയ ഫാക്ടറാണ്, ആൻഡ് ക്യാമറമാൻ. ഡയറക്ടറുടെ കണ്ണാണ് യഥാർത്ഥത്തിൽ ക്യാമറമാൻ. സെക്കൻഡ് ഡയറക്ടർ ഓഫ് ഫിലിമാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രകാരം എഡിറ്റർ. പിന്നെ വരുന്നത് മ്യൂസിക് എപ്പോഴും ലൈഫ് കൊടുക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിക്ക്, അല്ലെങ്കിൽ നമ്മൾ മോൾഡ് ചെയ്യുന്ന ഒരു രൂപത്തിന് ലൈഫാണ് യഥാർത്ഥത്തിൽ മ്യൂസിക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എൻ്റെ കഠിന കടോരമി അണ്ടകടാഹം എന്ന് പറഞ്ഞ പടം യഥാർത്ഥത്തിൽ ഗോവിന്ദ് ജീവൻ കൊടുത്തിട്ടുള്ള സിനിമയാണ്. ഗോവിന്ദിന്റെ ജീവൻ അതിൽ കൃത്യമായിട്ട് നമുക്ക് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അത്രമാത്രം ഇന്റൻഷനോട് കൂടിയിട്ടാണ് ഗോവിന്ദ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്ന സമയത്തും എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല ഗോവിന്ദ്. കാരണം എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും ഗോവിന്ദ് ചിന്തിക്കുന്നതും ഒരേപോലെ ആയി വരാറുണ്ട് പലപ്പോഴും എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ ഒരു ഇന്റിമസി അങ്ങനെയാണ് വർക്കൗട്ട് ആയിട്ടുള്ളത്.
ഗോവിന്ദിനെ അഭിനയിപ്പിക്കണം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 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 ക്യാമിയോ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസിലാണ് ആ ക്യാരക്ടർ വരുന്നത്. അപ്പൊ അതിന് ആര് വേണം? നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഗെറ്റപ്പുള്ള ഒരു മനുഷ്യനായിരിക്കും, പക്ഷെ സ്റ്റാർഡം ഉണ്ടാവാൻ പാടില്ല. സ്റ്റാർഡം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുറച്ചും കൂടെ സംഗതികൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരാള് എന്നാൽ ഫ്രെയിമിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടാവണം എന്ന് തോന്നിയ സമയത്താണ് ഗോവിന്ദിലേക്ക് പതുക്കെ ഡൈവേർട്ടായിട്ട് ചർച്ച വന്നത്. ഗോവിന്ദിനെ നമ്മൾ കണക്ട് ചെയ്തു. ഗോവിന്ദിനെ കണക്ട് ചെയ്യുമ്പോൾ സ്വതവേ മടിയനായിട്ടുള്ള മനുഷ്യൻ എന്താണോ പറയാനുള്ളത് ഇല്ല 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 ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അഭിനയിക്കുന്നത്, പക്ഷെ മടിയാണ്, വരില്ല, അയാളുടെ പണി അതല്ല എന്നാണ് അയാൾ പറയാറുള്ളത്. പിന്നെ എനിക്കുള്ള സംഗതി എന്താ വെച്ചാൽ ആ ക്യാരക്ടറിനെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഭയങ്കര പീക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ്, ഗോവിന്ദും പീക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ്. തോമസ് ഷെൽബിയാണ് അയാളുടെയും എൻ്റെയൊക്കെ ഒരു മോഡ്. അപ്പൊ അത് തന്നെയായിരുന്നു ആ ക്യാരക്ടറിന്റെ റെഫറൻസ്. ഞാനത് വളരെ നൈസായിട്ട് ഗോവിന്ദിന്റെ വൈഫ് രഞ്ജുവിനോട് അവതരിപ്പിക്കുകയും ക്യാരക്ടറിന്റെ ഡീറ്റെയിൽ ബ്രീഫിംഗ് കൊടുക്കുകയും ചെയ്തതോട് കൂടിയിട്ട് രഞ്ജു എക്സൈറ്റഡ് ആവുന്നു. രഞ്ജു ആണ് അന്ന് രഞ്ജു പ്രഗ്നന്റ്. അപ്പൊ അന്ന് രഞ്ജു ഗോവിന്ദിന്റെ അടുത്ത് പ്രഗ്നൻസി വിഷയമായിട്ടാണ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പിന്നെ ഗോവിന്ദിന് വേറെ ഒന്നും ചെയ്യാനില്ല, അയാൾ വരുന്നു, അഭിനയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഗോവിന്ദിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. അദ്ദേഹം തിയേറ്ററിൽ വന്നിട്ട് പോയി ഇറങ്ങി ഓടിയ ആളാണോ? കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം എന്ന ചിത്രം കഴിഞ്ഞതിന് ശേഷം ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരെ കൊണ്ടും നിരൂപകരെ കൊണ്ടും ഇത് വേറിട്ട ലെവൽ എന്ന് പറയിപ്പിച്ച, തന്റെ അഭിനയം എന്ന് പറയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ, പ്രേക്ഷകരുടെ അഭിപ്രായത്തെക്കുറിച്ച്, നിരൂപകരുടെ അഭിപ്രായത്തെക്കുറിച്ച്. അവർക്ക് ഉണ്ണിക്ക് 5 ലക്ഷം കൊടുത്തു, അശ്വന്തിന് ഫുൾ സെറ്റ് അല്ലേ? ചോദിക്കും. അല്ല, ധ്യാൻ എപ്പോഴും ആരെയും കളിയാക്കാറില്ല. ഇപ്പൊ സിനിമയെ ആര് കളിയാക്കിയാലും, ധ്യാനിന്റെ സിനിമകളെ കളിയാക്കിയാലും ധ്യാൻ ആരെയും തിരിച്ച് അങ്ങനെ എല്ലാരും സംശയം അതാണ് അല്ല കൊടുത്തു. അവരൊന്നും അങ്ങനെ ചെയ്യില്ല. നിനക്കൊക്കെ സംശയമുണ്ട്, അജ്മൽ നിനക്ക് ഡൗട്ട് ഉണ്ടായില്ലേ അങ്ങനെ പറഞ്ഞപ്പോ അല്ലേ? അവരത് അങ്ങനെ വായിച്ചിട്ടൊന്നും ചെയ്യുന്ന ആൾക്കാർ, വളരെ ജെനുവിനായിട്ട് സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്, മനസ്സിലായോ? അവരെ ലെവലേച്ച് അതിന് വേണ്ടി ഇത് കൂട്ടുവെക്കൂല. ആദ്യമായിട്ട് ഒരാള് സിനിമ നല്ലത് അല്ല, എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഇവര് പോയി സിനിമ, നമ്മുടെ സിനിമകൾ എന്തായാലും കാണും, പക്ഷെ ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എനിക്കൊന്നും, പ്രത്യേകിച്ച് ഉണ്ണിയും പോക്കും ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം റിവ്യൂസില് മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അപ്പൊ അവർക്ക് 2 പേർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട്. ആ ലക്ഷത്തിന് ഒരു 50,000 അല്ലെങ്കിൽ അതിന്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഇവരെ ഫോളോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ. അല്ല, കുറച്ചു പേരും വന്ന് സിനിമ കണ്ടത് നമുക്ക് വലിയ ഉപകാരമായിരിക്കും. കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോഴുള്ള റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു ഡൾ ഫേസ് ഉണ്ട്. കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത്, ഫാമിലിയൊക്കെ വരുന്നത് ചിലപ്പോൾ ഒരു കുറയാനുള്ള സാധ്യതയുണ്ട്. ഓണം കഴിഞ്ഞു, അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം. കാരണം ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ, കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ മേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പരിധി വരെ അവർക്ക് കുറച്ചുകൂടെ കണക്ട് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലോകയൊക്കെ കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം, ഞാൻ ലുക്കിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എത്രത്തോളം അവർക്ക് വലിയ മാസീവ് സിനിമകൾ, അത്തരം സിനിമകൾ മാത്രം ഉണ്ടായ പോലല്ലോ. അപ്പം കുഞ്ഞു സിനിമകൾ വേണം, ഇത്തരം ഹ്യൂമൻ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടുപുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം. അപ്പം ഇൻഡസ്ട്രിയെ, എന്നാലും മാത്രമേ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രിക്ക് നിലനിന്ന് പോകും. അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ക്രിട്ടിക്കലി ഇതിന് വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് കിട്ടി. പക്ഷെ ഇനി ഓർഗാനിക് ആയിട്ട് വരേണ്ട ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ്, അശ്വതിന് ഇഷ്ടമായില്ലല്ലോ, മറ്റേ ഇവർക്ക് ഇഷ്ടമായില്ല. ഇപ്പൊ ഇവർക്ക് 2 ഇഷ്ടമായി,
അവർ രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അവർ എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതൊക്കെ അവരെ കുട്ടിയൊക്കെ എപ്പോഴും പറയുന്നതാണല്ലോ, ഇതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. റഷീദിന്റെ ആയിക്കോട്ടെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ബാക്കി സിനിമ കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കും. സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ ആൾക്കാരെ ഇഷ്ടം എന്റെ ഇഷ്ടമായിരിക്കില്ല എന്റെ ഇഷ്ടം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. എന്തായാലും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം. എന്തായാലും നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് കുറച്ചുകൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കും. ഇതിൽ പലപ്പോഴും ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനോട് അഭിമുഖങ്ങളിൽ അവതാരകർ ഈസി ആയിട്ട് ചോദിക്കാം, ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചില്ലേ? ധ്യാൻ അത് വളരെ രസകരമായി തന്നെ പറയാറുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ചെന്നോ വായിച്ചില്ലെന്നോ രസകരമായ രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ്, ഇതിൽ എല്ലാത്തരം ആൾക്കാരും, എല്ലാ സെന്റേഴ്സിൽ നിന്നുള്ള ആൾക്കാരും കൃത്യമായി ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഓഫ് ധ്യാൻ ചെയ്തിരിക്കുന്ന റോൾ ഏറ്റവും ഡീസന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന, ഏറ്റവും ഗംഭീര അഭിപ്രായം ആണ് എല്ലാ സ്ഥലത്തു നിന്നും വന്നിരിക്കുന്നത്. അപ്പൊ ധ്യാൻ ആക്ച്വലി ഇതിന്റെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചിരുന്ന എന്താണ് മുഹാസിന്റെ ഈ പടം വള ചെയ്യാനുള്ള പ്രചോദനം? എനിക്ക് ഇപ്പോഴും എന്റെ കഥ ഫുള്ളായിട്ട് എനിക്ക് മനസ്സിലായി. സ്ക്രിപ്റ്റ് വാസി എന്റെ അടുത്ത് വന്നിട്ട് ഇതിന്റെ ഒരു കഥ ഐഡിയ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇതുവരെ ഇപ്പൊ ഇവരിങ്ങനെ ഒരു കാര്യം എന്റെ അടുത്ത്, നമ്മുടെ അടുത്തേക്കൊക്കെ ഇതുപോലത്തെ സാധനമൊക്കെ വരുന്നത് തന്നെ വളരെ വിരളമാണ്. അപ്പം ഇങ്ങനൊരു സാധനം നമ്മളെ വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നും. ലുക്കുവിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു സാധനം. അപ്പോ ലുക്കുവിനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇവനെ എനിക്ക് കഥകളിലൂടെയൊക്കെ അറിയാം. അപ്പൊ എന്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് എന്റെ ഒരു കൗതുകം. അപ്പൊ ഈ കഥ കേട്ടപ്പോ തന്നെ ഞാൻ ഹർഷദൊക്കെ എഴുതുന്നു, മോസി കഠിനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കഠിനം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ബേസിലിന്റെ വഴിയൊക്കെ എനിക്ക് നമുക്ക് അറിയാം. അപ്പം ഒരുപാട് സ്നേഹം, സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം ലുക്കുവിന്റെ ഒരു ഐഡിയ പറയുമ്പോഴും, അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവൻ ഇതിനോടുള്ള, അല്ലെങ്കിൽ അവന്റെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംവിധായകരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവര് നമ്മൾ തക്ക സമയത്ത് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എന്താ പറയണ്ട ഓഫ് ആയാലും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളെ വന്ന് പറഞ്ഞു തരികയും ഇതിങ്ങനെയാണ് അളിയ, ഇത് ഒന്ന് ഇതാവുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പൊ അത് കംപ്ലീറ്റ്ലി മോസിയുടെ മാത്രം ക്രെഡിറ്റിൽ പോകുന്നതാണ് ഈ പറയുന്ന. കാരണം കഥ ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇത് സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടമായിട്ട് എനിക്ക് ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്താണ്, സീൻ എന്താണെന്നുള്ളതിന് കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നില്ല. കാരണം ആദ്യം ചെയ്യുമ്പോൾ നമുക്കറിയില്ല, നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല ഇത്തരം. പക്ഷെ പുള്ളി വളരെ കോൺഫിഡന്റ് ആയിട്ട് സെക്കൻഡ് തൊട്ടിട്ട് എന്നോട് പറഞ്ഞു, അറിയാം ഓക്കെയാണ്, പരിപാടി ഓക്കെയാണ്, നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വിശ്വാസം ഇപ്പൊ തിയേറ്ററിൽ വരുമ്പോഴും ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. നേരത്തെ സംവിധായകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹോസൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, കാരണം ധ്യാൻ ഇതുവരെ കാണാത്തതിൽ ഞാൻ ഫുൾ സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നുള്ളത്. ഇനി അടുത്ത ആളുടെ കാര്യം പറഞ്ഞാല് മറ്റൊരു നായകൻ ലുക്മാൻ അവറാൻ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നായകനാണ്. ഇതില് പ്രത്യേകിച്ച് ലുക്മാൻ ഇതിൽ ഓരോ എനിക്ക് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുമായിട്ട് സീൻസ് ഉള്ളത് ലുക്മാൻ ആണ് ഈ ചിത്രത്തിൽ. പക്ഷെ ഓരോ കഥാപാത്രങ്ങളുടെ സീൻ ചെയ്യുമ്പോഴും ആ ഒരു വ്യാപ്തി കൂടി പോകുന്ന രീതിയിലാണ് ഇതിലെ കഥാപാത്രം പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്താണ് പ്രേക്ഷക അഭിപ്രായത്തെ കുറിച്ച് പറയാനുള്ളത് ഈ കഥാപാത്രത്തെ കുറിച്ച്? എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങള് ഇപ്പൊ നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ, സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവര് അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ്. അപ്പൊ അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട്. ആളുകൾ തിയേറ്ററിൽ വരുന്നു. രാജേട്ട പറഞ്ഞ പോലെ എല്ലാവരും കാണാത്തവര് മാക്സിമം തിയേറ്ററിൽ എത്തുക, അത് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന, ഫാമിലിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. പിന്നെന്താ ഇതിനകത്ത് ചോദിക്കാനുള്ളത്, ഇതില് വിജയരാഘവൻ സാറും ശാന്തികൃഷ്ണ മേമുമായിട്ടുള്ള കോമ്പിനേഷൻസ് അത് പറയുന്നുണ്ട്. അല്ല, അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതൊക്കെ മുഹാഷിന്റെ ക്രെഡിറ്റ് കൂടെ തന്നെയാണ്. അത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും, പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു പ്ലാനൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ മുഹാഷിന് മറ്റൊരു പ്ലാൻ ഉണ്ടാവും. അപ്പോ അതായിരിക്കും
അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഒരു നല്ല ആക്ടർ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മറ്റത് നമ്മൾ തന്നെ ആവും. നമ്മളല്ലാതെ ഒരാളായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അത് വേണ്ട, അത് സ്ഥിരം ചെയ്യണല്ലേ, അത് ഒന്ന് മാറ്റി ഇങ്ങനെ പിടിച്ചു വെക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പുതിയ ഒരാളായിട്ട് നമുക്ക് തോന്നും. അത് ഡയറക്ടർക്കാണ് ഫുൾ ക്രെഡിറ്റ്. മൂവി ഇനി ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു പടമായിരിക്കും ഡെഫിനറ്റ്ലി. ഇതിലെ ക്യാരക്ടറിന്റെ പേര് വിശാലാക്ഷി എന്നാണ്. ഒരു പാവമായ ഭാര്യയാണ് ഞാൻ, വലിയ അലമ്പൊന്നുമില്ലാത്ത ഒരു പാവകുട്ടി, ദേവിനെ കൊല്ലില്ലാത്ത. എന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പടം ഇനി ഓടും. വാശിയും വൈരാഗ്യവും അഹന്തയും ഒന്നുമില്ലാത്ത വളരെ പാവപ്പെട്ട സൗമ്യമായ ഒരു കഥാപാത്രമാണ് ഷീതൾ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അല്ല, നേരത്തെ ധ്യാനെ കുറിച്ച് ചോദിച്ചു, അപ്പൊ പേരായിട്ടുള്ള ലുക്മാനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ ചോദിച്ചില്ല എന്നുള്ളൊരു പരാതി വേണ്ട. ലുക്മാനെ കുറിച്ച് പറയുന്നത് എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിനുള്ള ഒരു അഭിനയം? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ എന്താ പറയാ, ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് പറഞ്ഞത് ലീഡ് ആകുമ്പോൾ, സ്പെഷ്യലി എന്റെ ഫസ്റ്റ് ഹീറോ ആണ് ലുക്മാൻ. സോ ഫോർ മീ ദാറ്റ്സ് റിയലി സ്പെഷ്യൽ. ആൻഡ് പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ, ഇപ്പം ഈവൻ ദോ സ്ക്രീനിൽ ഇല്ലെങ്കിലും നമുക്ക് ഓപ്പോസിറ്റ് നിന്നിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ചില സീനിൽ ഞാൻ കുറെ ടേക്ക് പോയിട്ടുണ്ടായിരുന്നു, കുറെ സീനിൽ. അപ്പം ക്ഷമയോട് കൂടി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. സോ ദാറ്റ് എനിക്ക് ഐ ആം ഓൾവേസ് താങ്ക്ഫുൾ. താങ്ക് യു. നമ്മള് മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വം, ഇന്ത്യയില് മലയാളി എന്നുള്ള പേരിൽ, സംഗീതത്തിന് എന്നുള്ള പേരിൽ എവിടെ ചെന്നാലും നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കേട്ട് സന്തോഷിക്കാറുണ്ട്. ഗോവിന്ദ് വസന്ത ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇതിലെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട നമ്മുടെ ഗോവിന്ദ് വസന്ത. അല്ല, എല്ലാവരും ഞെട്ടിയിരിക്കുന്ന സംഭവം വെച്ചാൽ ഇത്രയും നാൾ ഇത്രയും കോണ്ടാക്ട് ഉണ്ടായിരുന്നത് ഗോവിന്ദ് സ്ക്രീനിന്റെ മുമ്പിൽ വന്നിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ട് സ്ക്രീനിൽ വന്നിരിക്കുന്നു. അത് പ്രേക്ഷകര് കാണട്ടെ എന്താണ് ചെയ്തിരിക്കുന്നത്. അത് വളരെ നീറ്റ് പെർഫോമൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു മനസ്സ് നേരത്തെ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അഭിനയിക്കണം? ഇല്ല, അഭിനയിക്കണം തോന്നിയിട്ടില്ല. അങ്ങനെ കോണ്ടാക്ടിന്റെ വയർലെസ് കട്ടാന്നാ തോന്നുന്നത്. അങ്ങനെ ഒരു കോണ്ടാക്ട് ബേസിൽ അഭിനയിച്ചതല്ല. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതാണ്. മോഹൻ വളരെ ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ. അങ്ങനെ കൊണ്ട് മാത്രമാണ് പടത്തിലെ ഞാൻ ക്യാരക്ടർ എന്താണെന്ന് കേട്ട് അഭിനയിച്ചത്. അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇത്. ഒരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ പരിപാടിയാണ്. പിന്നെ പടത്തിന്റെ മ്യൂസിക് വളരെ മുമ്പ് തൊട്ടേ എനിക്കിതിന്റെ ട്രീറ്റ്മെന്റ് പരിപാടികളൊക്കെ അറിയാമായിരുന്നു. ഞാനും മോശം ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളത് തിയേറ്റർ ഫിലിമായിട്ട് തന്നെയാണ് ഇതിനെ തുടക്കം മുതലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കഠിനത്തിൽ നിന്നും എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മൂവി ലാംഗ്വേജ് ആണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോ കഠിനത്തിന്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല. ഡയറക്ടർ സൈഡ് ആയാലും മ്യൂസിക് സൈഡ് ആയാലും ഒക്കെ വേറെയാണ്. പുതിയ പരിപാടികൾ കുറച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു സബ്ജക്റ്റ് ആണ്, പക്ഷെ അതിന് മ്യൂസിക്കലിയും അതിന്റെ ഉള്ളിലുള്ള ഒരു വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നമ്മൾ ഓവർ ദ ടോപ്പ് പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ്. തിയേറ്ററിൽ കാണുമ്പോഴാണ് കുറെ കൂടി എഫക്റ്റീവ് ആവുക. പിന്നെ വേറെ സംബന്ധിച്ച് ഇതിനകത്ത് എനിക്ക് ഒരുപാട് സിംഗേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നത് എന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സിംഗേഴ്സ് ഒരു സിനിമയിൽ പാടിയിരിക്കുന്ന ഈ സിനിമയ്ക്കകത്താണ്. ഇതിനകത്ത് 10ഓളം പാട്ടുകളുണ്ട്. ശങ്കർ മാധവൻ, ചിത്ര ചേച്ചി, അങ്ങനെ ജാസ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് പാടിയിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ ഐ എം വെരി പ്രൗഡ് ഓഫ് ദിസ് ആൽബം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഈ പടത്തിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് ആയാലും മ്യൂസിക് ആയാലും ഒരുപാട്. സിനിമ എന്താണെന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഇതിനകത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് കൂടിയാണ് ഈ പടം വന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് ആളുകളുടെ സാക്രിഫൈസ് എന്ന് വെച്ചാൽ അത് ഒരുപാട് പേരെ കുറെ സീനുകൾ കട്ടായി പോയിട്ടുണ്ട്. ഒരുപാട് പേര് എഴുതിയ ലിറിക്സ് കട്ടായി പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. പക്ഷെ അതൊക്കെ ഈ പ്രോസസ്സിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് കൂടെയുള്ളത് കൊണ്ട് നടന്നൊരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാ നല്ല സിനിമകൾക്കും ഒരു ചാൻസ് കൊടുക്കണം. താങ്ക് യു.
എന്താ തോന്നണ്ടത് നമ്മളെപ്പോഴും അതല്ലേ പറയുന്നത്. ഇപ്പൊ നേരത്തെ ലുക്ക് പറഞ്ഞു, നമ്മള് ഓൺലി ആസ് ഗുഡ് ആസ് ഡയറക്ടർ. ഞാൻ എപ്പോഴും പറഞ്ഞു ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. അതിവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പൊ മോസി എന്താണോ പറഞ്ഞിട്ടുള്ളത്, ഞാൻ കാരണം എല്ലാവരും ഞാൻ കോമ്പിനേഷൻ ശീതൾ വെച്ചിട്ട് ബാക്കിയുള്ള കോമ്പിനേഷൻ അതിൽ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് മോസിയുടെ കൺവിക്ഷൻ അല്ലെങ്കിൽ മോസി എന്താണോ പറഞ്ഞിട്ടുള്ളത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല പണിയറിയാവുന്ന ആൾക്കാരോട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആസ് ആക്ടേഴ്സ് നമുക്കും വളരെയധികം ഗുണം ചെയ്യും. നമ്മളെ അവര് കൃത്യമായിട്ട് നമ്മളെ എവിടെയൊക്കെ പാളിച്ചകളുണ്ട്, ഇത് നേരത്തെ ലുക്ക് പറഞ്ഞു, ഇത് നീ അത് ചെയ്യണ്ട, ഇത് നീ അത് ചെയ്തിട്ടുണ്ട്, ഇത് വേണ്ട, ഇത് റിപ്പീറ്റ് ആവും, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി നമ്മളെ ഫീൽ ചെയ്യുകയും നമ്മളെ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ നമുക്ക് കാരണം ഇതിപ്പോ നിത്യാഭ്യാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു പോവുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പണിയെടുക്കേണ്ട സ്ഥലം നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ 1-2 ഭാഗങ്ങളിൽ ഒതുക്കും. അപ്പൊ അവര് പറയാ പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ത്രൂട്ട് ആ പടത്തിൽ അത് വെച്ചു പിടിക്കും. പക്ഷെ ഇത് അവിടെ നടക്കില്ല എന്ന് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ അതിന് മനസ്സിലായി. പിന്നെ ഉഴപ്പാൻ പറ്റില്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഉഴപ്പിച്ചേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്, നമ്മൾ നിരന്തരമായിട്ട് ഡയറക്ടറുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അശ്വന്ത് പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നല്ലത് പറയും, നല്ല സിനിമകൾ വരുന്ന സമയത്ത് നല്ലത് പറയും. പുള്ളിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളും അവർക്ക് ചില സിനിമകൾ നല്ലത് തോന്നുന്നത് നല്ലത് തോന്നി നല്ലത് പറഞ്ഞു. കുഞ്ചലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഇഷ്ടമായിരുന്നു പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല. അപ്പൊ ഞങ്ങൾ കുറച്ചായി സംസാരിച്ചിട്ട് പക്ഷെ നാളെ പറയുമ്പോൾ മോശം വരുമ്പോ ഇതിനേക്കാളും മോശം പറയും. അത്രേ ഉള്ളൂ. വേണ്ട ഇല്ല, പുള്ളി അയർലൻഡിലെ ഒരു ഷോന് പോയി. അപ്പൊ ഇവിടെ ഇല്ല. അതിനുള്ള എഫേർട്ടല്ല എന്റെ കൈ പോയത്. അങ്ങനെയല്ലേ കഴിഞ്ഞ വർഷം മറ്റേ ഇതിനൊക്കെ ബാഡ് ബോയ്സിനൊക്കെ വരുമ്പോ ഞാൻ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വന്നില്ല, ഓർമ്മയില്ലേ? അത് ഇവനെ അടിച്ചൊടിച്ചത് കഴിഞ്ഞതാണ്. അവൻ ആ സമയം ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പൊ അവിടെ അതിനകത്ത് മാഷായിരുന്നല്ലേ, അതിനകത്ത് എന്തോ ഒരു ദേഷ്യം ആരോടോ തീർക്കാനുണ്ടായത് എന്റെ നെഞ്ചത്താണ് തീർത്തത്. ഞാൻ ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഒന്ന് ആ സമയം മലയാള സിനിമ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കരാട്ടക്കാരൊന്നും ഇങ്ങനെയൊന്നും അടിക്കൂലടാ, അവർക്ക് ടൈമിംഗ് ഉണ്ടാവില്ല. കരാട്ടക്കാരൊന്നും ആരും ഉപദ്രവിക്കില്ല. ശരിക്കുള്ള അടിയാ. പിന്നെ ഈ അടി എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ, വാങ്ങുമ്പോഴൊരു ടൈമിംഗ് വേണല്ലോ. എല്ലാം വേണം. ഷോട്ടില് പോലും ഇല്ല. ഷോട്ടില് എന്തായാലും ഉത്തരം കിട്ടിയല്ലോ. മലയാളികൾ ആദ്യമായിട്ടാണ് കാണുന്നത്. സൈക്കോ സ്മൈൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടല്ലേ? കാണൂല. അല്ല ചോദ്യം സൈക്കോ സ്മൈൽ ഉണ്ടായിരുന്നതിന് എത്ര കയ്യടി ഉണ്ടായിരുന്നു? ആണോ? കാര്യമായിട്ട് കണ്ടല്ലോ. അപ്പൊ അതിനെന്താ ഇപ്പൊ എങ്ങനെ വില്ലൻസ് എങ്ങനെ കാണിക്കുന്നു എന്നാണ് ഇത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? എടാ അതൊക്കെ സംവിധായകൻ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ അത് ആ സമയത്ത് ചിരിക്കാൻ പറയും, ഇങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും, അല്ല അങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും. അപ്പൊ പുള്ളി നമ്മള് പറഞ്ഞു തരുമ്പോ നമ്മളത് അങ്ങനെ വരും. പിന്നെ നമ്മളതൊക്കെ നമ്മളെ ബേസിൽ പറഞ്ഞ പോലെ മാറി നിൽക്കും, പ്രാർത്ഥിക്കും, ദൈവമേ ഇത് ശരിയാവണേ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രാർത്ഥന. ആൽസറൊക്കെ പറയുന്നതല്ല, നമ്മളങ്ങനെ എടുക്കുക, യൂണിവേഴ്സ് തരും, എടുക്കും. ചില സിനിമകളില് ചേട്ടൻ എക്സ്ട്രാ എഫേർട്ട് ഇടാറുണ്ടെന്ന് പറയാറുണ്ട്. ചില അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷത്തിൽ അങ്ങനെ ചില പടങ്ങളുണ്ട്. അപ്പൊ ഇതിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടോ എക്സ്ട്രാ എഫേർട്ട്? അല്ലല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഡിപ്പെൻസ് ഓൺ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഈ സംവിധായകനുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ ആ സിനിമ, അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്ട്, അല്ലെങ്കിൽ
മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കംഫർട്ടിൽ നിർത്തുക, നമ്മളൊരു കംഫർട്ട് സോൺ ആയിരുന്നു ഈ സിനിമ എല്ലാവരും. പിന്നെ ഈ പ്രോജക്റ്റിന് ഒരു ഗുഡ് വിൽ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതലേ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമക്ക് ഒരു ഗുഡ് വിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞു. അപ്പൊ അത് നമ്മളെ ഭയങ്കര ടെൻഷൻ അടിച്ചു, നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ചെയ്ത സിനിമയാണ്. ഭയങ്കര സന്തോഷിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ നമ്മള് നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതിനൊക്കെ അതിന്റെ പുറകിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക, നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത്. ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ, അങ്ങനെ ഒരു ഗുഡ് വിൽ ഈ സിനിമക്ക് ഉണ്ടായിരുന്നു.